നിങ്ങൾ ഓരോ ആരാധന കൂടുമ്പോഴും വിശ്വാസം കൈവരിക്കാൻ വേണ്ടി നോക്കണം. ഇപ്പം സമയമായില്ല എന്ന് പറയുമ്പോഴേ, കനായിലെ കല്യാണത്തിൽ നമുക്കറിയാമല്ലോ, സമയം ആയില്ല എന്ന് അമ്മ പറയുമ്പോൾ, ഈശോ പറയുമ്പോൾ അമ്മ എന്താ പറയണത്? അവൻ പറയണത് പോലെ ചെയ്യാൻ. അതാണല്ലോ ഉടമ്പടി. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തോട് പരിശുദ്ധാമ്മയുടെയും മധ്യസ്ഥത്തിൽ നമ്മൾ ഉടമ്പടി ചെയ്യാൻ. എന്താണ് ചെയ്യണത്? ഈശോ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് ജീവിച്ചോളാവുന്നതാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ഈശോ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് ജീവിച്ചോളാം എന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ ഈശോനോട് പറയണതാണ് ഉടമ്പടി എന്ന് പറയണത്, മരിയൻ ഉടമ്പടി. ഈ മരിയൻ അപ്പോഴാണ് സമയമായില്ല എന്ന് പറയുന്ന സമയത്തെ ഈശോ ചുരുക്കി അപ്പം തന്നെ ആക്കണത്. അവൻ പറയണ പോലെ ചെയ്യുമ്പോഴാണ് അപ്പം തന്നെ ആകണം. അപ്പം സമയത്തിലാണിത് വർക്കൗട്ട് ചെയ്യണത്. അപ്പോഴും നിങ്ങൾ ചോദിക്കും, അങ്ങനെ വ്യാഖ്യാനിക്കാമോ എന്നൊക്കെ എന്നോട് അന്ന് ചില അച്ഛന്മാർ ചോദിച്ചു. പരിശുദ്ധാത്മാവ് അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, സമയമായില്ല എന്ന് പറയണ ഈശോയും അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറയുന്ന അമ്മയുടെ ഒരു നിർദ്ധാരണ മാർഗവും വെളിപാടും തമ്മിൽ ഒരു ഗ്യാപ്പുണ്ട്. നമുക്കറിയാം, ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈശോയും അമ്മയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് എന്തിനാണ്? ഈശോയും പരിശുദ്ധാത്മാവും പരമപിതാവും തമ്മിലുള്ള ആത്മീയമായ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പാണ്. അതിനുള്ളിൽ അമ്മയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു പരിഹാര മാർഗമാണ് എന്താണ്? അകാത്ത സമയമാക്കിയെടുക്കാൻ ദൈവവചനം പാലിച്ച് ജീവിച്ചാൽ മതിയെന്ന്. വെരി സിമ്പിൾ. ആകാത്ത സമയമാക്കിയെടുക്കാൻ, സമയത്തിലാണല്ലോ വിഷയം മുഴുവൻ ഇരിക്കണത്. അപ്പോൾ ആകാത്ത സമയം എടുക്കാൻ അവൻ പറഞ്ഞതുപോലെ ചെയ്ത് ജീവിച്ചാൽ മതിയെന്നാണ്. ഉടമ്പടി അങ്ങോട്ടാണ് നമ്മൾ ക്ഷണിക്കണത്. കാര്യം ഉടമ്പടി ഓരോ ഭാഗങ്ങളും, ഇപ്പോൾ കാരുണ്യ പ്രവൃത്തിയായാലും പ്രേക്ഷിത പ്രവർത്തനമായാലും അനുതാപമായാലും അതുപോലെ തന്നെ പുണ്യജീവിതമായാലും വചനവായനയായാലും വചനപ്രഘോഷണമായാലും സുവിശേഷ പ്രഘോഷണമായ എല്ലാം അവൻ പറഞ്ഞതുപോലെയാണ്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങൾക്ക് അഭയം നൽകി. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം നൽകി. നിങ്ങൾ ലോകം മുഴുവനും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഇതെല്ലാം അവൻ പറഞ്ഞതാണ്. അവൻ പറഞ്ഞ കാര്യങ്ങൾ ചില ആൾക്കാർ വളരെ സ്ലോ ആയിട്ട് ചെയ്യും, ചില ആൾക്കാർ സ്പീഡായിട്ട് ചെയ്യും. സമയം നമ്മൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുന്ന രീതികൾക്കും, ഉടമ്പടി എടുക്കുന്ന മാത്രമല്ല ഉടമ്പടി നടപ്പിൽ വരുത്തുന്ന രീതികളുണ്ട്. അതും പ്രധാനപ്പെട്ടതാണ്. ഉടമ്പടി നടപ്പിൽ വരുത്തുന്നത് ആരാണ്? ഉടമ്പടി പെട്ടെന്ന് നടപ്പിൽ വരുത്തുന്നത് നല്ല ഉണർവുള്ളവരാണ്. ഉടമ്പടി പെട്ടെന്ന് നടപ്പിൽ വരുത്തണത് അതും ഒരു സ്പീഡാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം ഒരു ഉറക്കമില്ല, ഉണർച്ചയോടെ ഇരുന്നു കൊണ്ട് തന്നെ ജാഗ്രതയാണ് ഭയങ്കര അവർക്ക്. കാര്യം ചില ആൾക്കാർ ഒരു വിഷയം കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു കൗൺസിലിംഗ് ചെയ്തപ്പോഴേ, നേരത്തെ ഉടമ്പടി എടുത്ത ആളാണ്. കൗൺസിലിങ്ങിന് വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ഈ കാര്യമൊക്കെ ഇപ്പോൾ ഓക്കെ ആണല്ല, എല്ലാം ഗ്രീൻ ചാനലിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളത് അതുപോലെ ചെയ്യാൻ പറഞ്ഞു. വേറെ ഒരു ഫംഗ്ഷൻ അവിടെ വന്നായിരുന്നു. ഇപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ, അച്ഛാ ആ ഒരാൾ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ ആൾ ഇപ്പം ലൈനിൽ നിന്ന് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ചോദിച്ച്, നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഒരു ചിരിച്ചുമില്ല, അതേസമയം തന്നെ സോറി പറഞ്ഞുമില്ല, ഒരു പ്രത്യേക മുഖം കാണിച്ച്. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഉടമ്പടി. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലും നടന്ന് കഴിയുമ്പോൾ, ഉടമ്പടിയിൽ ദൈവം ഇടപെടാൻ തുടങ്ങിയെന്ന് കഴിയുമ്പോൾ ബുദ്ധി ഉടനെ പ്രവർത്തിക്കും. എന്താ പറഞ്ഞു, ഇത് ഉടമ്പടി ഇല്ലെങ്കിൽ നടക്കുമായിരുന്നു എന്ന് പറയും. അതോടുകൂടി അവൻ്റെ കാര്യം പോകും. അവനെ കാര്യം പിടിച്ചത് ദൈവം നിലത്തിട്ടടിക്കും. എന്ന് വെച്ചാൽ അവൻ കള്ളനാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ കാര്യത്തിനാൽ അവൻ വിചാരിച്ചിരുന്നത് അത് എപ്പോഴും നമ്മൾ ദൈവദിവസേനതി കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചില്ലേ പണി കിട്ടും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഉടമ്പടി ഇല്ലാതെ ഇപ്പോൾ ചില ആൾക്കാരുടെ കാര്യം ഞാൻ ഇത്രയും രൂക്ഷമായി സംസാരിക്കാൻ കാര്യം അറിയാവുക, കള്ളത്തരം നിങ്ങൾ കാണിക്കരുത്. അതിപ്പോൾ ഉടമ്പടി ഇപ്പോൾ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഉടനെ പറയും, ഇത് ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു എന്ന് പറയും. അങ്ങനെ ചിന്തിക്കുന്നവരാണ് കാലപ്പടി നിലത്തടിക്കാൻ പറഞ്ഞാൽ.
എന്താ കാര്യം? അവൻ കർത്താവിൻ്റെ ദൃശ്യതയെ ദൈവത്തെ വഞ്ചിച്ചു. കാര്യം കാണാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഉടമ്പടിയായിട്ട് തുടരുത്. കാര്യം ഇത് ഉടമ്പടിയാണ്. ഇത് ദൈവം ഉടമ്പടി എന്നുള്ള പദ്ധതി, ദൈവത്തിന് പല ഉടമ്പടികളുണ്ട്. എബ്രഹാത്തിനോട് ഉടമ്പടി ചെയ്തു, മോസസുമായിട്ട് നമ്മൾ ദൈവം ഉടമ്പടി ചെയ്തു. അതുപോലെ തന്നെ മോസസിലൂടെ ജനങ്ങളോട് ദൈവം ഉടമ്പടി ചെയ്തു. യേശുവിൻ്റെ കാലത്ത് ദിവ്യകുർബാന എന്ന നിത്യജീവൻ്റെ ഉടമ്പടി ചെയ്തു. ഇങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ എപ്പോഴും ഉടമ്പടിയിലാണ്. അപ്പോൾ ഉടമ്പടി എന്നുള്ളൊരു പ്രോജക്റ്റാണ്, പൊതുവായിട്ടുള്ള പ്രോജക്റ്റാണ്. ഈശോ ആ ഉടമ്പടി എടുത്തിട്ട് എന്ത് ചെയ്തു? നിത്യജീവൻ്റെ കൂദാശയാക്കി മാറ്റി. അപ്പോൾ അതാണ് സമ്പൂർണ്ണമായ ഉടമ്പടി എന്ന് പറയുന്നത്. മറ്റതെല്ലാം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉടമ്പടിയും വാഗ്ദാന നാട് പ്രാപിക്കാനുള്ള ഉടമ്പടിയും ഭൗതികമാണ്. ഈശോയുടേതാണ് സമ്പൂർണ്ണമായ ഉടമ്പടി. ഈശോ അതെടുത്തിട്ട് സ്വന്തം ശരീരത്തെ ബലിവസ്തുവാക്കിക്കൊണ്ട് അത് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. അതാണ് നമ്മൾ കുർബാനയിൽ പറയുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടാനിരിക്കുന്ന തിരുരക്തത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. അപ്പോൾ അത് പുതിയ ഉടമ്പടിയാണ്. അത് പഴയ ഉടമ്പടി സാധാരണ ഭൗതികമായ കാര്യങ്ങൾക്കും തേനും പാലും ഒഴുകുന്ന വാഗ്ദാന നാട് പ്രാപിക്കാനൊക്കെ ഉള്ളതാണ്, ജനങ്ങളുടെ വിശുദ്ധീകരണത്തിന്. പുതിയ ഉടമ്പടി ജനങ്ങൾ സ്വർഗീയ ജെറുസലേം പ്രാപിക്കാൻ വേണ്ടിയുള്ളതാണ് കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ പുതിയ ഉടമ്പടി. അപ്പോൾ ഈ ഉടമ്പടി എന്നുള്ള വിഷയം ഒരിക്കലും ദൈവം റദ്ദ് ചെയ്യത്തില്ല. നമ്മൾ ഈ ഗലാത്യർ വായിക്കുമ്പോൾ മനസ്സിലാകും. ഗലാത്യർ 3:17 എന്താ പറയണത്? നിയമം വന്ന്, ഗലാത്യർ 3:17, നിയമം വന്ന് 450 വർഷം കഴിഞ്ഞിട്ടാണ്, ഉടമ്പടി വന്നു 450 വർഷം കഴിഞ്ഞിട്ടാണ് ദൈവം നിയമം തന്നത്. പക്ഷേ ദൈവം ഉടമ്പടിയെ റദ്ദ് ചെയ്തില്ലെന്ന്. അതാണ് ഗലാത്യർ 3:17 പറയുന്നത്. അപ്പോൾ ഉടമ്പടി എന്ന ആശയം, ഉടമ്പടി എന്ന പദ്ധതി, ഉടമ്പടി എന്ന പ്ലാൻ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ മൈനസ്മാരി പഠിക്കുമ്പോൾ അവിടുന്ന് മേജർസമ്മയിലൂടെ പോകുന്നെങ്കിൽ അവിടുത്തെ ഫിലോസഫി കോളേജിൻ്റെ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ എൻട്രൻസിന് അവിടുന്ന് അയച്ചു തന്ന പുസ്തകം, എൻട്രൻസ് ജസ്റ്റ് പുസ്തകം നോക്കിയിട്ട് പ്രൊഫസർ 1-2 ക്ലാസ് എടുക്കും. അപ്പം ആലുവ സെമിനാറിൽ ഞങ്ങൾക്ക് അയച്ചു തന്ന പുസ്തകം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. പ്ലാൻ ഓഫ് സാൽവേഷൻ എന്നാണ്. പ്ലാൻ ഓഫ് സാൽവേഷൻ, സാൽവേഷൻ ഹിസ്റ്ററി, രക്ഷാകര ചരിത്രം ഒരു പ്ലാനാണ്, ഒരു പ്ലാനും പദ്ധതിയുമാണ്. അപ്പോൾ എപ്പോഴും ഉടമ്പടി ഒരു പ്ലാനാണ്. ശരിക്കും ഉടമ്പടി എന്ന പൊതു കാര്യം, അതിൻ്റെ പൊതുവായിട്ടുള്ള ഘടനകൾ പരിശോധിക്കുമ്പോൾ അത് പ്ലാനാണ്. ഇപ്പം മരിയൻ ഉടമ്പടിയാണ് നമ്മൾ ചെയ്യുന്നത്, അതൊരു പ്ലാനാണ്. എന്താ അതിൻ്റെ പരിപാടി? അവൻ പറയണത് പോലെ, അമ്മ യോഹന്നാൻ 2:5 പറഞ്ഞിരിക്കുന്ന പോലെ അവൻ പറയണ പോലെ ചെയ്യുക. അപ്പോൾ പരിശുദ്ധാത്മാവ് അമ്മ 2004 ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നത്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറാൻ ഇടയാക്കണമെന്ന് ജനങ്ങൾ, 10,000-കണക്കിന് ജനങ്ങൾ 6 മാസമേ പ്രാർത്ഥിച്ചുള്ളൂ. അപ്പോൾ അമ്മ ആ പ്രാർത്ഥനയിൽ പറഞ്ഞ പോലെ തന്നെ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാപര പദ്ധതിയായിട്ടാണ് ഉടമ്പടി നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത്. ഉടമ്പടിയിൽ എന്താണ്? ഈ വചനങ്ങൾ എത്രയോ വർഷമായിട്ട് ജനങ്ങൾ വായിക്കുന്നതും അച്ഛന്മാർ പ്രസംഗിക്കുന്നതുമാണ്. പക്ഷേ എന്നോട് പറഞ്ഞ ഇതാണ്, അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനായിലെ സംഭവം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫോർമുല. അവൻ പറഞ്ഞ കാര്യങ്ങൾ ദൈവവചനം സമ്പൂർണ്ണ ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുള്ള കർത്താവിൻ്റെ വചനങ്ങൾ, അതെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതുപോലെ ഓരോ വചനവും എടുത്ത് നിറവേറ്റുന്ന അനുസരിച്ച് കൊണ്ട് ദൈവം നിന്നിലേക്ക്, നിൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും പ്രവർത്തിക്കുന്ന സ്പീഡ് കൂടുമെന്ന്. അതാണ് എന്നോട് പറഞ്ഞത്. അവൻ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപാട് പുസ്തകം വരെ വചനങ്ങൾ, ജീവൻ്റെ വചനങ്ങൾ, അത് നീ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, സ്നേഹത്തോടെ നീ അതെടുത്ത് നടപ്പിൽ വരുത്തി കഴിയുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിലെ, നിൻ്റെ കുടുംബത്തിലെ ഇടപെടുന്ന സമയം ചുരുക്കം, സ്പീഡാകും, അതിവേഗമാകുമെന്നാണ്. അതിവേഗം.